ഹായ് ഗെയ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രിൽ പ്രോൺസ് കറിയാണ് കേട്ടോ. നമ്മുടെ കേരള ടച്ചുള്ള ഗ്രിൽ പ്രോൺസ് കറി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗെയ്സ്. അപ്പോൾ നമ്മൾ ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് പൗഡറാണ് ചിക്കൻ സ്റ്റോക്ക് പൗഡർ. ഇത് മാത്രമാണ്, സാൾട്ട് പെപ്പർ ഒന്നുമില്ല. ഇത് നിങ്ങളെ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ സാൾട്ട് പെപ്പർ മാത്രം ഉപയോഗിച്ച് ഗ്രിൽ ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മളിത് ഗ്രിൽ ചെയ്യുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ കയറുക, എന്നിട്ട് ഇങ്ങനെ ഇതായിട്ട് പൗഡർ എടുക്കുക, കുറച്ചിങ്ങനെ തേച്ച് കൊടുക്കുക. ഇത് മാത്രമുള്ളൂ നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നേരെ ചട്ടിയിലേക്ക് ഇടുക. ചട്ടി ചൂടാവണം. ചട്ടി ചൂടായിട്ടില്ല ഗൈസ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്ന് എന്ത് ചെയ്യാം, ഫ്രൈ ചെയ്തെടുക്കാം, ഗ്രില്ല് ചെയ്തെടുക്കാം. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മുടെ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞു. പ്രോൺസ് ഒക്കെ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ സോസ് ഉണ്ടാക്കാം. കറി സോസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നേരെ ഓയിൽ, ടൊമാറ്റോ, ചില്ലി, കറിവേപ്പില, ഗാർലിക്, ജിഞ്ചർ, കൊറിയൻഡർ പൗഡർ, ടർമറിക്, ചില്ലി പൗഡർ, കറി പൗഡർ, salt, pepper, അജിനോമോട്ടോ, hot water. ഗൈസ്, അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പ്രോൺസ് കറിക്ക് ഇടുകയാണ്. ഓക്കെ, ഓരോന്നും ഇങ്ങനെ അടിക്കടിക്കായിട്ടിടുക. അതിനുശേഷം നമ്മൾ കുറച്ച് കൊറിയൻഡർ ലീഫ് ചോപ്പ് ചെയ്തത് നമ്മൾ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക, കറി ലീവ്സ്. ഗൈസ്, അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കോക്കനട്ട് മിൽക്ക് മാത്രമുള്ള ഒഴിക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കോക്കനട്ട് മിൽക്ക് ഒഴിക്കണം. ഗൈസ്, അപ്പോൾ നമ്മുടെ പ്രോൺസ് ഗ്രിൽ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബൈ ബൈ.